യെശയ്യാ പ്രവചനത്തിലെ 2 വാക്യങ്ങളിലൂടെ ദൈവം ഇന്ന് നിങ്ങൾക്ക് ഒരു ശക്തമായ ദൂത് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ദൂതിന്റെ അന്തസത്ത എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ തുടക്കം, പുതിയൊരു ആരംഭം കുറിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചതോ, നിങ്ങൾ പ്രതീക്ഷിച്ചതോ, നിങ്ങൾ ഭാവന കണ്ടതോ ഒന്നുമല്ല, അതിനും അപ്പുറത്ത് ശ്രേഷ്ഠമായത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് ശ്രേഷ്ഠമായ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ദൈവം നിന്നോട് പറയുകയാണ്, നീ ഭ്രമിച്ചു നോക്കേണ്ട. എപ്പോഴാണ് നമ്മൾ ഭ്രമിച്ചു പോകുന്നത്? എപ്പോഴാണ് നമ്മൾ പരിഭ്രമിച്ചു പോകുന്നത്? നമ്മുടെ അകത്ത് ഒരു ഭയം കയറുമ്പോൾ, നമ്മുടെ ജീവിതം അടഞ്ഞുപോയി, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന ചിന്ത നമ്മുടെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഒരു പരിഭ്രമം ഉണ്ടാകും. ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് മുന്നോട്ട് ഒരു സാധ്യതയുമില്ല. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഒരു മരുഭൂമിയുടെ അനുഭവത്തിലാണ്, ഒരു നിർജ്ജന പ്രദേശത്തിന്റെ അനുഭവത്തിലാണ്. സാമ്പത്തികമായിട്ട് എനിക്ക് മുന്നേറുവാനായിട്ട് ഒരു സാധ്യതയുമില്ല. മക്കളിൽ നിന്ന് ഒരു നല്ല ഭാവി പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ ഇന്ന് അത് അസ്ഥാനത്തായ ഒരു അവസ്ഥയിലാണ്. പ്രതീക്ഷയ്ക്ക്, പ്രത്യാശയ്ക്ക് ഒരു വകയുമില്ല. പ്രതീക്ഷിച്ചതെല്ലാം, അതിനെല്ലാത്തിനും ഭംഗം വന്നിരിക്കുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സർവശക്തനായ രാജാതി രാജാവായ സകല അധികാരത്തിനും മേലായ അധികാരമായ ദൈവം നിന്നോട് കൂടെയുണ്ട് എങ്കിൽ നീ എന്തിന് ഭയപ്പെടണം? നീ എന്തിന് ഭ്രമിച്ചു നോക്കണം? ഞാൻ നിന്റെ ദൈവമാകുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് പുതിയൊരു തുടക്കം തരുവാനായിട്ട്, നിന്റെ ജീവിതത്തിൽ പുതിയൊരു സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് പുതിയൊരു തുടക്കം തരുവാനായിട്ട് ഞാൻ വിശ്വസ്തനായ ദൈവമാകുന്നു. തുടർന്ന് അതേ വാക്യത്തിൽ ദൈവം നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. 3 പദങ്ങളാണ് ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഒന്ന്, ഞാൻ നിന്നെ ശക്തീകരിക്കും. ദൈവം ശക്തീകരിച്ചു കഴിഞ്ഞാൽ, ദൈവം എന്നെ ശക്തീകരിച്ചു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളെ ശക്തീകരിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലേക്കും ഏറ്റവും വലിയ ശക്തൻ നിങ്ങളാണ്. മറ്റ് സകലതും നിങ്ങളുടെ താഴെയായിരിക്കും. ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോവുകയാണ്. 2, ദൈവം നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന പ്രതീക്ഷയില്ല എന്ന്, പ്രത്യാശയ്ക്ക് വകയില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആ അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ സഹായിച്ചാൽ ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യന്റെ സഹായമോ, ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ സഹായമോ നിങ്ങൾക്കാവശ്യമില്ല. അവർക്ക് നിങ്ങളുടെ സഹായം വേണ്ടിവരും. യെസ്, ദൈവം നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. മറ്റൊന്ന്, ദൈവം നിങ്ങൾക്ക് തരുന്ന പ്രോമിസ്, ദൈവത്തിന്റെ ആ വലതു കരം കൊണ്ട്, നീതിയുള്ള വലം കരം കൊണ്ട് ദൈവം നിങ്ങളെ താങ്ങാൻ പോവുകയാണ്. ലോകം ചിന്തിച്ചത്, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ ചിന്തിച്ചത്, നിങ്ങൾ നിലത്തു വീണ് താളടിയായി പോകാൻ പോവുകയാണ് എന്നാണെങ്കിൽ ദൈവം പറയുന്നു, ഇല്ല, നീ നശിച്ചു പോകാനായിട്ട്, നീ തീർന്നു പോകാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല. എൻ്റെ വലം കൈകൊണ്ട്, വീര്യം പ്രവർത്തിക്കുന്ന ഭുജബലമുള്ള ഈ വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുവാൻ പോവുകയാണ്. നീ ആരുടെ മുന്നിലും ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. തുടർന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിന്റെ 18, 19 വാക്യങ്ങളിൽ ദൈവം നിങ്ങൾക്കുള്ള ഈ ആഴ്ചത്തെ ദൂത് വ്യക്തമായിട്ട് തരികയാണ്. അതിന്റെ 18 വാക്യം ഇപ്രകാരം പറയുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. നിന്റെ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ചത്, നിന്റെ ജീവിതത്തിൽ മുൻപുണ്ടായത് സകലതും നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് ആയിരുന്നുവെങ്കിൽ, കൈവിട്ടുപോയ അവസ്ഥയിലായിരുന്നുവെങ്കിൽ, സകലതും നെഗറ്റീവായിരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നു, പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട. തുടർന്ന് അതേ അധ്യായത്തിന്റെ 19 വാക്യത്തിൽ ദൈവം നിങ്ങളോട് പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു. ആരാണ്? സർവശക്തനായ, സർവ അധികാരിയായ ദൈവം പറയുന്നു, ഞാൻ നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. നീ പ്രതീക്ഷിക്കുന്നതിനും നീ പ്രത്യാശിക്കുന്നതിനും അപ്പുറമായി പുതിയൊരു തുടക്കം നിന്റെ ജീവിതത്തിൽ ദൈവം തുടക്കം കുറിക്കുവാൻ പോവുകയാണ്. അതേ വാക്യത്തിൽ ദൈവം തുടർന്ന് പറയുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. എപ്പോഴാണ്? നാളെയല്ല,
മറ്റന്നാളല്ല. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം മുതൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ സമയത്ത് പുതിയൊരു തുടക്കം നിന്റെ ജീവിതത്തിൽ തരുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തോടെ നീ അത് പ്രാപിക്കുക, വിശ്വാസത്തോടെ നീ ഏറ്റെടുക്കുക. നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ ചിന്തിച്ചതിനും ഇതുവരെ നീ പ്രതീക്ഷിച്ചതിനും അപ്പുറമായ പുതിയൊരു തുടക്കം ഈ സമയം മുതൽ ദൈവം ആരംഭിക്കുകയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകളടക്കാം. സ്വർഗീയ പിതാവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തികളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ താളടിയായി പോയത് സകലതും അപ്പന്റെ കരത്തിലേക്ക് തരുന്നു. ഞങ്ങൾ ചിന്തിച്ചതിനും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമായി സകലതും വീണുപോയെങ്കിൽ കർത്താവേ, ഈ സമയം മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, പുതിയൊരു ആരംഭം അവിടുന്ന് കുറിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അവർ അത് അനുഭവിക്കുന്നതിനായി, അവർ രുചിച്ചു നോക്കുന്നതിനായി, അവർ അത് തൊട്ടറിഞ്ഞ് സന്തോഷിക്കുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ് കർത്താവേ. രക്തത്തിന്റെ മറവിൽ അവരെ മറച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ പ്രത്യാശയോടെ ആയിരിക്കുക, സന്തോഷത്തോടെ ആയിരിക്കുക. പുതിയൊരു തുടക്കം നിങ്ങൾ അനുഭവിക്കുവാൻ പോവുകയാണ്. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു.